ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 100x100 എന്ന ആനിമി സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ 100x100 എന്ന ആനിമി സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണോ അതോ വേറെ ഏതെങ്കിലും ആനിമി സീരീസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. സോ ഒട്ടും തന്നെ ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലെയിനേഷൻ തുടങ്ങാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹിസോക്കയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫേക്ക് എക്സാമിനറിനെ കൊന്ന അതേ 3 കാർഡുകൾ റിയൽ എക്സാമിനറിന്റെ മേത്തേക്കും ഹിസോക്ക ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനർ പറയാണ്, ഇപ്പൊ നടന്നത് ഓക്കെ, ബട്ട് ഇനിയും നീ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ 100 അസോസിയേഷനെ വിളിച്ചിട്ട് നിന്നെ ഡിസ്മിസ് ചെയ്യാൻ പറയും. അതുകൊണ്ട് ഇനി എന്റെ നേരക്ക് ഒരു തരത്തിലുള്ള അറ്റാക്കുകളും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന് പറയാണ് നമ്മൾ സത്തോട്സാണ്. അതിനുശേഷം 100 എക്സാമിന്റെ ഫേസ് 2ലേക്ക് ഇവർ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ട് നല്ല കട്ടിയുള്ള മൂടൽ മഞ്ഞാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്റെ പുറകെ തന്നെ വരാൻ ശ്രദ്ധിക്കുക എന്ന് പറയാണ് നമ്മൾ എക്സാമിനർ. അതിനുശേഷം സീൻ കട്ട് ചെയ്തിട്ട് ലിയോറിയയും കുറാപ്പികയും കാണിക്കുകയാണ്. അപ്പൊ കുറാപ്പിക പറയാണ്, ഇങ്ങനെ പോയാൽ നമുക്ക് എക്സാമിനറിന്റെ സൈറ്റ് പെട്ടെന്ന് നമ്മളെ കൺമുനിയിൽ നിന്ന്, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി സ്പീഡിൽ പോകണം എന്ന് പറയാണ്. അപ്പോൾ ലിയോറിയ പറയാണ്, അതൊന്നും കുഴപ്പമില്ല, നമ്മളെ മുന്നിൽ കുറെ ആൾക്കാർ ഓടുന്നില്ല, നമുക്ക് അവരെ പിന്നാലെ പോയാൽ മതി എന്ന് പറയാണ്. അപ്പോഴാണ് അവരുടെ മുന്നിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്നത്. പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോൾ ഒരാൾ മാത്രമല്ല എല്ലാവരും വീണിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളാണെങ്കിൽ ഒന്ന് മുമ്പോട്ട് പോയി നോക്കാണ്. അപ്പോഴാണെങ്കിൽ അയാളും വീഴാണ്. നോക്കുമ്പോൾ അവരൊന്നും വീഴല്ല, ഒക്കെ ഒരു ആനയുടെ വലിപ്പമുള്ള ആമയുടെ വയറ്റിലേക്കാണ് പോകുന്നത്. അവിടെ സീൻ കട്ട് ചെയ്തപ്പോൾ വേറെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണിക്കുകയാണ്. അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല തിളക്കമുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈനെ കാണിക്കുന്നത്. ബട്ട് ആ ബട്ടർഫ്ലൈ ആണെങ്കിൽ അതിന്റെ ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പോയിസൺ ഗ്യാസ് പുറത്തുവിടുന്നത്. അപ്പോൾ അത് ശ്വസിച്ച എല്ലാവരും മയങ്ങി വീഴാണ്. അതിനുശേഷം ആ 3 ബ്രദേഴ്സിനെ കാണിക്കുകയാണ്. അതിലൊരാൾ പറയാണ്, ചേടാ ഈ എക്സാമിനർ എവിടെ പോയി കിടക്കുക, ഈ ഫോഗ് കാരണം അവനെ എനിക്ക് കാണാനില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴാണ് ഇവർ എക്സാമിനറിന്റെ വോയിസ് കേൾക്കുന്നത്. എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വരാൻ ശ്രദ്ധിക്കണേ എന്ന് വിളിച്ചു പറയുന്നത് പോലെ. അത് കേട്ടതും എല്ലാവരും ആ ഒരു ദിശയിലേക്ക് ഓടുകയാണ്. കൂടെയാണെങ്കിൽ ഈ 3 ബ്രദേഴ്സും പോകുന്നുണ്ട്. ബട്ട് ഇവർ ഓടുന്നതിനിടക്ക് ഇവരെ മുന്നിൽ നിന്ന ആൾക്കാരെ പെട്ടെന്ന് കാണാതാവുകയാണ്. അത് ശ്രദ്ധിച്ചതും ഇവർ പെട്ടെന്ന് തന്നെ നിൽക്കുകയാണ്. നോക്കുമ്പോണ്ടാ ഒരു സെക്കൻഡ് മുന്നേ ഇവരൊപ്പം ഓടിക്കൊണ്ടിരുന്ന ആൾക്കാർ വളരെ മൂർച്ചയുള്ള ഒരു മുള്ളിൽ തറച്ചു കയറി നിൽക്കുന്നത്. അപ്പോഴാണ് ഒരു പക്ഷിയെ കാണിക്കുന്നത്. നേരത്തെ ഇവർ കേട്ട എക്സാമിനറിന്റെ വോയിസ് ഈ ഒരു പക്ഷിയുടേതായിരുന്നു. അതിനുശേഷം ലിയോറിയയും കുറാപ്പികയും കാണിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോഴാണ് ലിയോറിയോ ഹിസോക്കയെ കാണുന്നത്. അവനെ ആണെങ്കിൽ ഏതൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ട് വളഞ്ഞിട്ട് അടിക്കാനുള്ള പ്ലാനിലാണ്. അവരിൽ നിന്ന് കുറച്ച് ആൾക്കാർ പറയാണ്, നീ ഒരു 100 മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഈ ഒരു കൊല്ലം മാത്രമേ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ, കാരണം ഞങ്ങൾ നിന്നെ ഇപ്പൊ തന്നെ കൊല്ലാൻ പോവുകയാണ്. അപ്പോഴാണെങ്കിൽ ഹിസോക്ക പറയാണ്, അതെ, ഞാൻ ഈ ഒരു കൊല്ലം മാത്രമേ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം ഞാൻ ഈ കൊല്ലം 100 എക്സാം പാസ്സാവും, പിന്നെ എനിക്ക് ഒന്നുകൂടി എഴുതേണ്ട ആവശ്യമില്ല, എന്നാ അതൊന്ന് കാണാനല്ലോടാ എന്നും പറഞ്ഞ് ചീറിയിട്ട് എല്ലാവരും ഹിസോക്കയെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോഴാണ് ഹിസോക്ക അവന്റെ കാർഡ് എടുത്തൊന്ന് തിരിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ആ ഒരു കാർഡ് കൊണ്ട് എല്ലാവരും അവൻ കൊല്ലുകയാണ്. അപ്പോഴാണെങ്കിൽ ലിയോറിയയും കുറാപ്പികയും ആ വഴി പോകുന്നത് ഹിസോക്ക കാണുകയാണ്. അതിനുശേഷം സീൻ കട്ട് ചെയ്താൽ നമ്മൾ കിലുവയെ കാണുകയാണ്. എന്നിട്ട് കിലുവ പറയാണ്, ഓയ് ഗോൺ, നമ്മളിപ്പോ മെയിൻ ഗ്രൂപ്പിന്റെ അടുത്ത് കോട്ട ചെയ്തിട്ടുണ്ടെന്ന് ഗോൺ അടുത്ത് പറയാണ് കിലുവ. ഗോണൊന്നും ഉണ്ടാത്തത് കാരണം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗോൺ അവിടെ ഇല്ലാന്ന സത്യം കിലുവ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീണ്ടും ലിയോറിയയും കുറാപ്പികയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഹിസോക്കയുടെ അടുത്ത് പെട്ടിരിക്കുകയാണ്. അപ്പോൾ കുറാപ്പിക ലിയോറിയുടെ അടുത്ത് ഒരു കാര്യം പറയാണ്, ഞാൻ നിനക്ക് സിഗ്നൽ തരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടും എന്ന് പറയാണ്. അത് കേട്ടെന്ന് ലിയോറിയോ നമുക്ക് അവൻ അടിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. വെറുതെ അനാവശ്യമായി ഫൈറ്റ് ചെയ്യേണ്ടെന്ന് കുറാപ്പികയും പറയാണ്. അതിനുശേഷം ഇവർ പ്ലാൻ ഇട്ട പ്രകാരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓടുന്നൊക്കെ ഉണ്ട്. എന്നാൽ ആങ്കർ ഇഷ്യൂസ് ഉള്ള ലിയോറിയോ തിരിച്ചു വന്ന് ഹിസോക്കയെ അടിക്കാൻ നോക്കുകയാണ്. അവനാണെങ്കിൽ നല്ല അടിയൊക്കെ അടിക്കുന്നുണ്ട്. ബട്ട് അവൻ അടിച്ചതും ഹിസോക്ക അവിടുന്ന് അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഹിസോക്ക അവന്റെ ബാക്കിൽ വന്നിട്ട് അവനിപ്പോ കൊല്ലോടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹിസോക്കയുടെ മുഖത്തേക്ക് ഒരു ബോൾ വന്നിടിക്കുന്നത്. അപ്പൊ അതാരാന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗോൺ തന്നെയാണ്. ഗോണിന്റെ ചൂണ്ടയിടുന്ന സാധനം കൊണ്ടാണ് അവനെ ഇടിച്ചത്. ബട്ട് ഹിസോക്കാണെങ്കിൽ ആ ഫിഷിംഗ് പോൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗോണിനോട് അവൻ അത് തരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ലിയോറിയോ വന്നിട്ട് നിന്നേറ്റ് ഫൈറ്റ് ചെയ്യുന്നത് ഞാനാ. ബട്ട് ഹിസോക്ക അതൊന്നും കേൾക്കാണ്ട് ലിയോറിയോടെ മുഖത്തേക്ക് ഒന്ന് കൊടുക്കുകയാണ്. അത് കണ്ടതും ഗോണിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ ഹിസോക്ക എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അടിച്ചു നോക്കുകയാണ് ഗോൺ. ഒരൊറ്റ അടി പോലും ഹിസോക്കയുടെ ദേഹത്ത് കൊള്ളുന്നില്ല. മാത്രമല്ല ഹിസോക്ക ആണെങ്കിൽ നമ്മളെ ഗോണിന്റെ ചങ്ക് പിടിച്ച് പൊക്കാണ്. ശ്വാസം കിട്ടാൻ നമ്മളെ ഗോൺ കിടന്ന് പെടയാണ്. ഈ സമയത്തൊക്കെ ഹിസോക്ക പറയുന്നത് നിന്റെ മുഖം കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നായിരുന്നു. തീരെ ശ്വാസം കിട്ടാത്ത ഗോണിനെ കാണുമ്പോൾ ഹിസോക്കക്ക് ചെറുതായി സഹതാപം തോന്നി അവനെ നിലത്തിടുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, പേടിക്കണ്ട, നിന്റെ ഫ്രണ്ടിനെ ഞാൻ കൊന്നിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കാരണം തന്നെ നീയും അവനും 100 എക്സാം പാസ്സാവും, അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയാണ്. അതിനുശേഷം ഹിസോക്കക്ക് ഒരു കോള് വരികയാണ്. അതിൽ പറയുന്നത്, ഹിസോക്ക നീ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് എത്തണം, ഞങ്ങൾ എക്സാമിന്റെ ഫേസ് 2ലേക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ ഹിസോക്ക ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം അവൻ ലിയോറിനെ എടുത്ത് തോളിലിട്ടിട്ട് ഗോണിനോട് നിനക്ക് ഒറ്റയ്ക്ക് തിരിച്ചാണ്ട് എത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോൺ പറ്റും എന്നും പറയാണ്.
അതിനുശേഷം അവൻ അവിടുന്ന് 100 എക്സാമിൻ്റെ ഫേസ് 2ലേക്ക് നടന്നു പോവാണ്. ഇതേ സമയം ഗോൺ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കുറാപ്പിക അവനെ തേടി വരുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് 100 എക്സാമിൻ്റെ ഫേസ് 2ലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗോൺ നേരത്തെ നടന്ന സംഭവത്തെ പറ്റി കുറാപ്പികയോട് പറയുകയാണ്. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ ഹിസോക്ക എടുത്ത് ചങ്കിലെടുത്ത് പൊക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഭയമാണ് തോന്നിയത്. എനിക്ക് അവിടുന്ന് എങ്ങനെയാലൊക്കെ രക്ഷപ്പെടണം എന്നാണ് തോന്നിയതും. പക്ഷെ എനിക്ക് പറ്റിയില്ല എന്നും പറയാം. അതേസമയം എനിക്കിത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും തോന്നുന്നുണ്ട് എന്ന് പറയാണ് ഗോൺ. ബട്ട് ഇതേ സമയം 100 എക്സാമിൽ ആകെ ഉള്ളത് 148 ആൾക്കാരാണ്. ബാക്കി ആൾക്കാരൊക്കെ ഈ ഒരു ഫസ്റ്റ് ഫേസ് നടക്കുന്നതിനിടെ ഔട്ടായിട്ടുണ്ട്. 100 എക്സാമിന്റെ ഫേസ് 2ലേക്ക് ഓടിപ്പോകുന്ന ഗോണിനെയും കുറാപ്പയും കാണിച്ച് ഈ ഒരു 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഹിസോക്ക എടുത്തുകൊണ്ട ലിയോറിയോ അവിടെ സേഫ് ആയിട്ടുണ്ടാവുമോ? ഇനി അങ്ങോട്ട് വരുന്ന ഫേസ് 2 ഇവരെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഗോണും ലിയോറിയും 100 എക്സാം പാസ്സായി എന്ന് ഹിസോക്ക എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത് എന്നൊക്കെ അറിയാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.